ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനില്ലേ ഇത് കണ്ടോ, നിങ്ങൾ കണ്ടോ കുറേ സാധനങ്ങൾ നിരന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ തലയിൽ തേക്കുന്ന ഒരു എണ്ണയാണ്. അപ്പം ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. നാട്ടിൽ നിന്ന് മുതൽ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിസൾട്ട് ഉണ്ട്. ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോൾ മുടിയൊക്കെ നല്ലപോലെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കഴിഞ്ഞാണ് ഈ എണ്ണ യൂസ് ചെയ്തത്. അപ്പോൾ കാച്ചിയ എണ്ണ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് കാച്ചിയ എണ്ണ എൻ്റെ തലയിൽ പിടിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് എണ്ണ കാച്ചാതെ നമ്മൾ തലയിൽ അത്യാവശ്യം നമ്മുടെ മുടിയിൽ ഹെയർ ഫോളൊക്കെ, എനിക്ക് ഇപ്പോൾ അധികം അങ്ങനെ ഹെയർ ഫോൾ ഇല്ല. അപ്പം അതൊക്കെ ഹെയർ ഫോൾ കുറയ്ക്കാനും പിന്നെ നമ്മുടെ മുടി അത്യാവശ്യം ഗ്രോത്ത് വരാനും ഒക്കെ ആയിട്ടുള്ള ഒരു ഓയിലാണ്. അപ്പം ഇത് എല്ലാവർക്കും സ്യൂട്ട് ആവണമെന്നില്ല. നമ്മളൊരു 2 ആഴ്ച നമ്മൾ തുടർച്ചയായിട്ട് തേച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ മുടിക്ക് മാറ്റം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം ഞാൻ ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പം നാട്ടിൽ നിന്ന് മുതൽ ഞാൻ തേച്ച് തുടങ്ങിയതാണ്. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3-4 വർഷത്തോളമായിട്ട് ഞാൻ ഇത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ആഴ്ചയിൽ 2 പ്രാവശ്യം ആഴ്ചയിൽ 2 പ്രാവശ്യം തലയിൽ ഇങ്ങനെ ഓയിൽ വെച്ച് മസാജ് ചെയ്തിട്ട് ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്ത് കളയുവാണ് ചെയ്യുന്നത്. അപ്പം ഓൾറെഡി ഞാനത് പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നത് തീർന്നു പോയി. അപ്പം ഞാനത് ആ കുപ്പി കളഞ്ഞിട്ട് വേറൊരു പുതിയ കുപ്പിയിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ എടുത്തേക്കുന്ന ഇവിടെ തണുപ്പായതുകൊണ്ട് തന്നെ ഇവിടുത്തെ കോക്കനട്ട് ഓയിൽ ഇങ്ങനെ കട്ടയായിട്ടിരിക്കും. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. ചെറുതായിട്ടൊന്ന് ഓയിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടായി ഇതൊന്ന് മെൽറ്റായി കിട്ടിയാൽ മതി. പിന്നെ നാട്ടിലുള്ളവരാണെങ്കിൽ നമ്മൾ സാധാ വെളിച്ചെണ്ണ എടുക്കുക, നല്ല വെളിച്ചെണ്ണ. എന്നിട്ട് അത് നമ്മളൊരു 7 ദിവസം വെയിലത്ത് വെക്കണം. അപ്പം ഞാൻ പറയുന്ന പ്രിപ്പറേഷൻ ചെയ്തിട്ട് വെയിലത്ത് വെക്കണം. അപ്പോഴാണ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുക. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം, പിന്നെ ഉലുവ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പം നമ്മുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള കാര്യം നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം കേട്ടോ, ഓയിലിൻ്റെ. അപ്പം ഞാൻ എടുക്കുന്നത് ഇതുപോലത്തെ ഒരു സ്പൂണാണ്, ടേബിൾ സ്പൂൺ വലുത്. അപ്പം അതിന് നമ്മൾ രണ്ടും ഈക്വലായിട്ട് എടുക്കണം. ഉലുവയും കരിഞ്ജീരകവും ഈക്വലായിട്ട് എടുക്കുക. അപ്പോൾ ഞാനൊരു 2 സ്പൂണാണ് എടുക്കുന്നത് കേട്ടോ. അത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ കരിഞ്ജീരകം എടുത്തു. അടുത്ത നമ്മുടെ ഉലുവയാണ് കേട്ടോ. അപ്പം ഉലുവയും ആ സെയിം റേഷ്യോയിൽ തന്നെ എടുക്കുന്നുണ്ട്. ഉലുവ, ഓക്കെ. അപ്പം ഇനി നമുക്ക് പിന്നെ നമ്മൾ എന്ത് ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിലും അതിനകത്ത് നമ്മളൊരു 2-3 കുരുമുളക് ഇടണം. കാരണം നമുക്ക് ചിലർക്ക് ഓയിലൊക്കെ മാറുമ്പോൾ ജലദോഷം വരും. അപ്പം ജലദോഷം അങ്ങനെയുള്ള ഇതൊക്കെ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2-3 കുരുമുളക് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് മിക്സിയിൽ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാം. ഒത്തിരി പൗഡർ പോലെ ആവരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ആയാൽ മതി. അപ്പോൾ നമുക്ക് ക്രഷ് ചെയ്തുകൊണ്ട് വരാവേ. അപ്പോൾ നമ്മുടെ ഞാൻ കരിഞ്ജീരകവും ഉലുവയും കൂടെ ഞാൻ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഒത്തിരി പൗഡർ ആയിട്ടില്ല, കണ്ടോ. ഉലുവ ഇച്ചിരി വലുതായിട്ടൊക്കെ കിടപ്പുണ്ട്, പക്ഷേ ഇത്രയും ഇതിൽ നമ്മൾ ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ ഞാൻ ഇവിടെ തണുപ്പായതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മൈക്രോവേവിൽ ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി. അപ്പം നാട്ടിലുള്ളവരാണെങ്കിൽ ഈ ഓയിൽ നമ്മൾ സാധാരണ ചൂടാക്കുകയൊന്നും വേണ്ട, അത് തന്നെ ഇതിനകത്തേക്ക് ഒഴിച്ചാൽ മതി. അപ്പം നമുക്ക് ഇതേപോലെ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുക്കണം. ഗ്ലാസ് ബോട്ടിൽ ഇതിപ്പോൾ നമ്മുടെ ഒരു ന്യൂട്ടെല്ലയുടെ കുപ്പിയാണ്. അപ്പം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിൽ എടുക്കുക. അതിലേക്ക് നല്ലതുപോലെ വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല. കഴുകി ഉണക്കി വെച്ച ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഈ പൗഡർ ഇട്ട് കൊടുക്കുക. നമ്മുടെ ഈ കരിഞ്ജീരകവും ഉലുവയും കൂടെ ക്രഷ് ചെയ്തില്ലേ, അതിട്ട് കൊടുക്കുക. കണ്ടല്ലോ, ഇതിങ്ങനെ. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ ഈ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാനിതൊരു സ്പൂണിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ചൂടാക്കിയ എണ്ണയാണ്. അപ്പം നമ്മൾ നാട്ടിൽ വെയിലൊക്കെ നമുക്ക് നാട്ടിലാണ് നല്ല വെയിലാണല്ലോ ഇപ്പോൾ. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് തണുപ്പായതുകൊണ്ട് വെയിൽ അധികം കിട്ടാറില്ല. അപ്പം നാട്ടിലാണെങ്കിൽ ഇതേപോലെ ചൂടാക്കാത്ത എണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മളിതൊരു 7 ദിവസം സൂര്യപ്രകാശത്തിൽ വെക്കണം. 7 ദിവസം. അതിന് ശേഷമാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ.
ഇത് തീരുന്ന അനുസരിച്ച് നമുക്ക് ഇതിനകത്തേക്ക് ഓയിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓയിൽ ഇപ്പം ഇതിനകത്തെ ഓയിൽ തീർന്നു കഴിഞ്ഞു, തീരുവാണ്. ഇപ്പം നമ്മളിപ്പോൾ യൂസ് ചെയ്ത് നമുക്ക് തീർന്നു. അപ്പം നമുക്ക് താഴെ ഈ നമ്മൾ ആ കരിഞ്ജീരകത്തിൻ്റെ ഉലുവയുടെ ആ മിശ്രിതം ഉണ്ടല്ലോ, അപ്പം നമുക്ക് ജസ്റ്റ് ഓയിൽ മാത്രം ഇതിനകത്തേക്ക് ഫില്ല് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരു 3-4 മാസം നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം, കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഇതിപ്പോൾ പുതിയതായിട്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫുൾ ആ കുപ്പി മാറ്റി വേറെ ഒരു പുതിയ കുപ്പിയിലേക്ക് ആക്കിയതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു റിസൾട്ട് കിട്ടുന്ന, നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഹെയർ ഒത്തിരി തഴച്ചു വളരുമോന്നും എനിക്കറിയില്ല. കാരണം എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മുടിയുണ്ട്. പിന്നെ നമ്മുടെ പാരമ്പര്യം അനുസരിച്ചും കൂടിയാണ് നമുക്ക് മുടി കിട്ടുന്നത്. അപ്പം എൻ്റെ മമ്മിക്കും വീട്ടിലെല്ലാവർക്കും നല്ല മുടിയുണ്ട്. അപ്പം അതുകൊണ്ട് മുടി തഴച്ചു വളരുന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷേ ഹെയർ ഫോൾ ഒരുവിധം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഓയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിത് ആഴ്ച 2 പ്രാവശ്യമാണ് തേക്കുന്നത്. ഏതൊരു ഓയിൽ യൂസ് ചെയ്താലും, ഹെയർ ഓയിൽ യൂസ് ചെയ്താലും ഒരു 2 ആഴ്ച യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമുക്കത് സ്യൂട്ട് ആവുകയോ ഇല്ലയോ എന്ന്. അപ്പം ഞാനിപ്പം എനിക്ക് യൂസ് ചെയ്തിട്ട് ഒത്തിരി നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഓയിൽ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ്. 2 ആഴ്ചൻ്റെ ഉള്ളിൽ നമുക്കൊരു അത്യാവശ്യമുള്ളൊരു റിസൾട്ട് കിട്ടും. ഇപ്പം ഞാൻ ഈ ഓയിൽ ഇത് ഹെയർ ഓയിൽ യൂസ് ചെയ്യാനായിട്ട് കുറേ നാളായി. അപ്പം ഞാനിത് തന്നെ കണ്ടിന്യൂ ചെയ്യണേ, വേറൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പം ഇതാണ് ഞാൻ തലയിൽ തേക്കുന്ന ഓയിൽ. അപ്പം എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പം ഞാൻ അതുകൊണ്ട് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഇട്ടെന്നേ ഉള്ളൂ. അപ്പം താല്പര്യമുള്ളവരൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കണം എന്നില്ല, ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഇപ്പോൾ ഒരു ചെറിയൊരു ടീസ്പൂണിലാണെങ്കിലും ഒരു ചെറിയൊരു 2 കുഞ്ഞ് ടീസ്പൂൺ, ഒരു ചെറിയ ടീസ്പൂൺ കരിഞ്ജീരകവും ചെറിയ ടീസ്പൂൺ ഉലുവയും എടുത്തിട്ട് നാളെ നമുക്കിത് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി നിങ്ങൾക്ക് സ്യൂട്ട് ആകുമോ എന്ന് നോക്കിയിട്ട് മാത്രം എല്ലാവരും യൂസ് ചെയ്യാം. ഞാനിതേ എണ്ണ തലയിൽ നല്ലപോലെ തേച്ച് മസാജ് ചെയ്തു. അപ്പോൾ ഇനി ഇത് ഞാനൊരു 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്ത് കളയും. അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ആഴ്ചയിൽ 2 പ്രാവശ്യം ഇത് തേക്കാറുണ്ട്. ഓക്കെ, അപ്പം എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കുക. ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയാൽ മതി. എന്നിട്ട് നമുക്ക് അത് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അത് കണ്ടിന്യൂ ചെയ്യാം. അപ്പം പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, നമ്മൾ ഇവിടെയുള്ള ഒരു എണ്ണ ചൂടാക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമ്മൾ എണ്ണ ചൂടാക്കി ഇതിനകത്ത് ഒഴിച്ച് കഴിയുമ്പം മേക്ക് ഷുവർ ചെയ്യണം അത് നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ അടച്ച് വെക്കാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ആ ഈർപ്പം തട്ടിയിട്ട് വെള്ളമെല്ലാം ഇതിൻ്റെ അടപ്പിൻ്റെ മുകളിൽ വന്നിട്ട് ആ എണ്ണ ചീത്തയായി പോകും. അപ്പോൾ എല്ലാവരും മേക്ക് ഷുവർ ചെയ്യുക ഇത് തണുത്തതിന് ശേഷം മാത്രം അടച്ചു വെക്കുക. ഓക്കെ, നാട്ടിലുള്ളവർക്കും ഈ സെയിം മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. എണ്ണ സൂര്യപ്രകാശത്തിൽ വെക്കുന്നത് നല്ലതാണ്. നമ്മളിപ്പോൾ എവിടെയെങ്കിലും ജനലിൻ്റെ സൈഡിലോ എവിടെയെങ്കിലും വെച്ചാൽ മതി, സൂര്യപ്രകാശം കിട്ടുന്നിടത്ത്. അപ്പം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നല്ല എണ്ണയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക, നല്ലതാണ്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മളിനി വീണ്ടും വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. Thank you for watching. Bye bye.